പരിശുദ്ധ കന്യാമറിയത്തിന്റെ വിമല ഹൃദയത്തിന് പ്രത്യേകമായി പ്രതിഷ്ഠിക്കപ്പെടുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളെ, ഇന്നത്തെ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കുന്നത് എന്തിനാണ് ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുക എന്നതാണ്. പലപ്പോഴും ഒത്തിരി പേര് പറഞ്ഞ് നമ്മൾ കേട്ടിട്ട് ഉണ്ടായിരിക്കും, പലപ്പോഴും നമ്മൾ തന്നെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതിനായിട്ട് കുറച്ച് പ്രാർത്ഥനകൾ ചൊല്ലി എന്തോ നാവ് കൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് പലരും ഇതിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ സ്വർഗം പറയുന്നത് അതിനെക്കാട്ടിലും ഉപരിയായിട്ട് ഒന്നാണ് വിമല ഹൃദയ പ്രതിഷ്ഠ എന്നാണ്. പ്രത്യേകമായിട്ട് വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട് എഴുതിയ യഥാർത്ഥ മരിയാഭക്തി എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഹൃദയം നമ്മൾ സ്വന്തമാക്കുക, ആ ഹൃദയത്തിലൂടെ നമ്മൾ ഈശോയെ അതിലേക്ക് സ്വീകരിക്കുക, അങ്ങനെ ഈശോയുടെ സ്വന്തമാകുക. ഇതാണ് വിമല ഹൃദയ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അതായത് പരിശുദ്ധ കന്യാമറിയത്തിന്റെ അടിമത്തം സ്വീകരിച്ച് ആ അടിമത്തത്തിലൂടെ യേശുവിന്റെ ദാസനായിട്ട് മാറി ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ഈ ഭൂമിയിൽ ചെയ്യുന്നതാണ് വിമല ഹൃദയ പ്രതിഷ്ഠ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വിമല ഹൃദയ പ്രതിഷ്ഠ എന്തിനാണ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്കറിയാം, ആത്മീയ ജീവിതത്തിലെ നിയമങ്ങൾ ഒരുപക്ഷെ ഒത്തിരി ഉയർന്ന തലത്തിലുള്ളതാണ്. അത് പ്രത്യേകിച്ച് ഒരു കാരണത്തടിക്കുന്നവന് മറ്റേ കാരണം കൂടെ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നിന്റെ വസ്ത്രം എടുത്തു കൊണ്ടുപോകുന്നവന് നിന്റെ പുറംകുപ്പായം കൂടെ ഊരിക്കൊടുക്കുക. ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ ശത്രുവിനോട് ക്ഷമിക്കുക, അവനെ സ്നേഹിക്കുക, അവന് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കുക, അങ്ങനെ പ്രതികാരം ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ തലത്തിന് പറ്റുന്നതിന്റെ ഒത്തിരി അപ്പുറത്താണ്. ഒത്തിരി എളിമ വേണ്ടതാണ്. ഇത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഇത് ശരിക്കും ജഡികനായ ഒരു വ്യക്തിക്ക് എളിമപ്പെടുവാനോ അല്ലെങ്കിൽ അവന്റെ ജഡത്തിന്റെ വാസനകളെയൊക്കെ ഒറ്റയടിക്ക് മാറ്റാനോ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുകയില്ല. പക്ഷെ നമ്മുടെ ബൈബിളിലുള്ള പല നിയമങ്ങളും ഈ ഒത്തിരി ഉയർന്ന ആത്മീയ തലത്തിലുള്ള ഒരു ജീവിതത്തിന് വേണ്ടുന്ന നിയമങ്ങളാണ്. അത് എങ്ങനെ നമുക്ക് എത്തിപ്പിടിക്കാം? ഇത് പരിശുദ്ധ കന്യാമറിയത്തിന്റെ വിമല ഹൃദയത്തിൽ കൂടെ പറ്റുകയുള്ളൂ. നമുക്കൊരു ഉദാഹരണത്തിൽ കൂടെ നമുക്ക് തിരിച്ചറിയാം. നമുക്ക് കുറെ നിയമങ്ങളും പുസ്തകങ്ങളും ഒക്കെ നമ്മുടെ കൈ കിട്ടുകയാണ്. അതിൻ്റെ അകത്തെല്ലാം എഴുതിയേക്കുന്നത് ചൊവ്വായിൽ അല്ലെ ചന്ദ്രന് ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം. അപ്പം ചന്ദ്രന് ചെന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് ചാടിക്കഴിഞ്ഞാൽ ഒത്തിരി ദൂരത്തിലേക്ക് നമുക്ക് ചാടാം. അവിടെ ഗ്രാവിറ്റി ഇത്രയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നമുക്ക് തോന്നുന്ന പോലെയൊക്കെ മറിഞ്ഞ് നടക്കാം. ഇങ്ങനെ ഒത്തിരി നിയമങ്ങളൊക്കെ എഴുതി അവിടെ എന്നൊക്കെ ചെയ്യണം. അവിടുത്തെ ജീവിതം, അവിടുത്തെ രസം, ഇതിനെപ്പറ്റിയൊക്കെ ഒരു പുസ്തകത്തിലൂടെ നമ്മൾ വായിച്ചറിഞ്ഞേക്കുന്ന കാര്യങ്ങളാണെന്ന് വിചാരിക്കുക. പക്ഷെ അവിടെ നമ്മൾ ചെല്ലണമെങ്കിൽ നമ്മളിവിടെ എന്നൊക്കെ ചെയ്തു കഴിഞ്ഞാലും പറ്റുകയില്ല. നമ്മുടെ ശരീരത്തിന്റെ എന്തൊക്കെ ശ്രമങ്ങൾ കൊണ്ട് നടത്തിയാലും ചന്ദ്രനല്ല ചൊവ്വാഴ്ചെല്ലാം നമുക്ക് പറ്റുകയില്ല. അതിന് പറ്റേണ്ടത് നമ്മുടെ ഭൂമിയുമായിട്ട് നമ്മുടെ ഈ ശരീരത്തെ ബന്ധിപ്പിച്ചിരിക്കുന്ന ആ ഗ്രാവിറ്റിയെ ഭേദിക്കാൻ ശക്തിയുള്ള റോക്കറ്റുകളിൽ അല്ലെങ്കിൽ റോക്കറ്റുകളിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന ഈ സ്പേസ് ഷട്ടിലിൽ കയറി നമ്മൾ യാത്ര തിരിക്കണം. അതെ, ഈശോ ഈ ഭൂമിയിലേക്ക് നമ്മുടെ ഫ്ലഷായിട്ട് നമ്മളെപ്പോലെ ഒരു ശരീരരൂപിയായിട്ട് വന്നത് പരിശുദ്ധ കന്യാമറിയത്തിൽ കൂടെ. അപ്പം തിരിച്ചങ്ങോട്ട് പോകാനും ഏറ്റവും എളുപ്പമുള്ള മാർഗം ഈ പരിശുദ്ധ കന്യാമറിയം വഴി അങ്ങോട്ട് പോവുകയാണ്. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ 33 ദിവസവും അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം നമ്മൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം നമ്മൾ സ്വന്തമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ സ്വഭാവം സ്വന്തമാക്കാൻ, അമ്മയുടെ എളിമ, വിശ്വാസം, ആ സ്നേഹം, ആ അനുസരണം, ഇതൊക്കെ സ്വന്തമാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. അതിനുവേണ്ടി ത്യാഗങ്ങൾ എടുക്കുന്നു. അതിൻ്റെ കൂടെ കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ ചൊല്ലുന്നു. അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു. അങ്ങനെ അവസാനം 33ാമത്തെ ദിവസം പ്രതിഷ്ഠ ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാം പരിശുദ്ധ അമ്മേ, അമ്മയുടെ ഹൃദയം എനിക്ക് തരണേ, എൻ്റെ ഹൃദയം അമ്മയ്ക്ക് ഏറ്റെടുക്കണേ എന്നുള്ള രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് അമ്മയുടെ ഹൃദയം സ്വന്തമാക്കി അതിലേക്ക് ഈശോയെ സ്വന്തമാക്കുന്നു. എന്നിട്ട് ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. എഫേസോസ് 2:10 നാം ചെയ്യാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന സത്പ്രവർത്തികൾക്കായി മുൻകൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മളെന്നല്ലേ. അപ്പം ആ ഒരു സത്പ്രവർത്തികളെല്ലാം ചെയ്യാനായിട്ട് സ്വർഗത്തിനൊപ്പം പറ്റും. അത് കഴിയുമ്പോൾ സ്വർഗം നമ്മളിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങും. ഇതായിരിക്കട്ടെ നമ്മുടെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കായിട്ടുള്ള ഒരുക്കം. അതിനുവേണ്ടി നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. ഓരോ പ്രാർത്ഥന ചൊല്ലുമ്പോഴും അനുസരണം, ക്ഷമ, സ്നേഹം,
ഇതൊക്കെ നമ്മളിൽ നിറയാൻ വേണ്ടി നമുക്ക് ഒത്തിരി പ്രാർത്ഥിക്കാം. വലിയ വിശ്വാസം കൊണ്ട് നിറയാം. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.